തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പെടുത്ത് അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. ആതിര സരസ്വതി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആതിര, നമ്മൾ ഇന്നലെയൊക്കെ ഈ വാർത്ത ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. എപ്പോഴാണ് മരണം സംഭവിച്ചത്? ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പെടുത്ത് അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെയാണ് ബോധം നഷ്ടപ്പെട്ടത്. നമ്മൾ ഇന്നലെ ഈ വാർത്ത ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത ഈ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കുത്തിവയ്പ്പെടുത്തതിനെ തുടർന്ന് അബോധാവസ്ഥയിലാണ് യുവതി മരിച്ചത്. മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കിഡ്നി സ്റ്റോണിനാണ് ചികിത്സയ്ക്ക് എത്തിയത്. പക്ഷേ യുവതിക്ക് നൽകിയ ഇഞ്ചക്ഷന് പിന്നാലെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. ആതിര സരസ്വതി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, നമ്മൾ ഇന്നലെയൊക്കെ ഈ വാർത്ത പറഞ്ഞിരുന്നതാണ്, ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് മരണം സംഭവിച്ചത്? ഒപ്പം തന്നെ ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? വീണ, അതിദാരുണമായ ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്തിരുന്നതാണ്. മലയൻകീഴ് സ്വദേശിയായ കൃഷ്ണ തങ്കപ്പനാണ് കുത്തിവയ്പ്പിനെ തുടർന്ന് അബോധാവസ്ഥയിൽ മരിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണ തങ്കപ്പൻ. എന്നാൽ അവർക്ക് അലർജി സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ അസുഖങ്ങളുടെ ഒരു പരിശോധനയോ മറ്റൊന്നും നടത്താതെയാണ് ഡോക്ടർ വിനു, സർജനായ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ സർജനായ ഡോക്ടർ വിനു കുത്തിവയ്പ്പ് നൽകിയത്. ആ കുത്തിവയ്പ്പിനെ തുടർന്ന് ബന്ധുക്കൾ പറയുന്നത് ഈ കുത്തിവയ്പ്പിന് ശേഷമാണ് കൃഷ്ണ തങ്കപ്പൻ അബോധാവസ്ഥയിലായത് എന്നാണ്. അതിനുശേഷം 6 ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി കൃഷ്ണ തങ്കപ്പൻ മരിക്കുകയായിരുന്നു. വീണ, ഈ ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? ആതിര, ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുകയാണ് ഈ കുട്ടിയുടെ. എന്താണ് ആശുപത്രി അധികൃതർ പറയുന്ന കാര്യങ്ങൾ? നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. പക്ഷെ ഇതുവരെയും ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ വിനുവിന്റെ ഭാഗത്തു നിന്നോ ഒരു പരസ്യ പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കഴിഞ്ഞ 6 ദിവസം മുമ്പ് നമ്മൾ കൃഷ്ണയെ മാറ്റുകയും ചികിത്സ തുടരുകയുമായിരുന്നു. അതായത് അതിതീവ്ര വിഭാഗത്തിലായിരുന്നു 6 ദിവസമായി മെഡിക്കൽ കോളേജിൽ കൃഷ്ണ ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് മരണം സംഭവിക്കുന്നതും. എന്തായാലും നിലവിൽ ഒരു പരസ്യ പ്രതികരണങ്ങളൊന്നും ആശുപത്രിയുടെ അധികൃതർ ഭാഗത്തുനിന്നില്ല. എന്നാൽ ബന്ധുക്കൾ ഇത്തരത്തിൽ ആരോപിക്കുന്നുണ്ട്. യാതൊരുവിധ പരിശോധനകളും നൽകാതെയാണ് കൃഷ്ണയ്ക്ക് കുത്തിവയ്പ്പ് എടുത്തത്. ആ കുത്തിവയ്പ്പിനെ തുടർന്നാണ് കൃഷ്ണ അബോധാവസ്ഥയിലായതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വീണ, ഈ കിഡ്നി സ്റ്റോണിനാണ് കൃഷ്ണ ചികിത്സയ്ക്ക് എത്തിയത്. പക്ഷേ ഈ ഇഞ്ചക്ഷൻ നൽകിയതോടെയാണ് യുവതി അബോധാവസ്ഥയിലായി മാറിയതും. അപ്പോൾ മറ്റു പരിശോധനകൾ, മെഡിക്കൽ പരിശോധനകൾ ഒന്നും നടത്താതെയാണോ ഇത്തരത്തിലൊരു ഇഞ്ചക്ഷൻ നൽകിയത്? ഏതെങ്കിലും രീതിയിൽ അലർജിയുള്ള ആളായിരുന്നോ കൃഷ്ണ മരുന്നിനോട്? തീർച്ചയായും വീണ, അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളയാളായിരുന്നു വീണ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതായത് വയറുവേദനയെ തുടർന്നാണ് കൃഷ്ണയെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് കിഡ്നി സ്റ്റോൺ ആണെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കുത്തിവയ്പ്പ് നടത്തുന്നത്. ഈ കുത്തിവയ്പ്പ് നടത്തുന്നത് യാതൊരുവിധ പരിശോധനകളും നടത്താതെയാണ്. സാധാ അലർജി സംബന്ധമുള്ള എന്തെങ്കിലും അസുഖമുള്ളവർക്ക് കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്താറുണ്ട്. ചില വ്യക്തികൾക്ക് ആരോഗ്യ സംബന്ധമായി അസുഖങ്ങൾക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ഇഞ്ചക്ഷൻ പോലും അലർജി ആവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള രോഗികൾക്ക് അലർജി ഉണ്ടോ എന്നുള്ള പരിശോധന ആദ്യം നടത്തുന്നത് മിക്ക ആശുപത്രികളിലും പതിവാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന കൃഷ്ണയ്ക്ക് നടത്തിയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത്തരത്തിൽ പരിശോധന നടത്താതെയാണ് കൃഷ്ണയ്ക്ക് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുത്തിവയ്പ്പ് വെച്ചിരിക്കുന്നത് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ കുത്തിവയ്പ്പ് നൽകിയ ശേഷമാണ് കൃഷ്ണ ഇത്തരത്തിലേക്ക് അബോധാവസ്ഥയിലേക്കാവുന്നത്. അതിതീവ്ര വിഭാഗത്തിൽ മെഡിക്കൽ കോളേജിൽ 6 ദിവസമായി ചികിത്സയിലുമായിരുന്നു വീണ. ഇപ്പോൾ മരണവും സംഭവിച്ചിരിക്കുന്നു. വീണ, ചികിത്സാ പിഴവിന്റെ മറ്റൊരു ഇര കൂടിയായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പെടുത്ത ബോധാവസ്ഥയിലായ യുവതി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കിഡ്നി സ്റ്റോണിന് ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെയാണ് ബോധം നഷ്ടപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആതിര സരസ്വതാണ്.